ഇന്ത്യൻ നേവി നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്ക് കുതിച്ചു കയറുകയാണ്. ഇത് നമ്മുടെ ശത്രു രാജ്യങ്ങൾക്ക് കൂടി ഒരു മുന്നറിയിപ്പല്ലേ? ഇത് ഇന്ത്യയുടെ സ്വയം തിരിച്ചറിവിൻ്റെ ഭാഗമാണ്. കാര്യം നമുക്ക് ചൈനയിൽ നിന്ന് വലിയ സുരക്ഷാ ഭീഷണിയുണ്ട്. പാകിസ്ഥാനും അവരുടെ നാവിക സേനാ വിഭാഗത്തെ വലിയ രീതിയിൽ ശക്തമാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും അതിനനുസരിച്ച് കാര്യങ്ങൾ സജ്ജീകരിക്കണം എന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അരങ്ങൊരുക്കുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള പാകിസ്ഥാനേക്കാളും വലിയ നമുക്ക് കരുതിയിരിക്കേണ്ടത് ചൈനയാണ്. കാരണം ചൈന വലിയ രീതിയിലുള്ള ഒരു ആയുധശേഷിയുള്ള രാജ്യമാണ്. അവർക്ക് ഏതാണ്ട് 355 യുദ്ധക്കപ്പലുകൾ, നേവിക്ക് മൊത്തം 355 കപ്പലുകൾ, അതിൽ ഏറിയ പങ്കും യുദ്ധക്കപ്പലുകൾ, ഏറ്റുമുട്ടലിന് സാധ്യതയുള്ള കപ്പലുകൾ തന്നെയാണ് നേവിക്കുള്ളത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചത് 130 എണ്ണമാണ്. അതായത് പകുതി പോലും ഇല്ല നമുക്ക് നേവിക്ക് സ്വന്തമായിട്ടുള്ളത്. നമ്മളൊരു 61 യുദ്ധക്കപ്പലുകൾ നമ്മൾ അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലുമാണ്. അതുകൂടി ചേർത്താലും നമുക്ക് 200-നടുത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലൊരു കുറവ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് പോകുന്നത്. ഏതാണ്ട് 1.06 ലക്ഷം കോടിയുടെ പ്രതിരോധ കരാറിനാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. അതിൽ ഏറിയ പങ്കും ഈ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇന്ത്യക്ക് നിലവിൽ 16 അന്തർവാഹിനികളാണ് ഉള്ളത്. അതായത് അതിലെ ഈ കാൽവരി എന്ന് പറയുന്ന കുറേ പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന അന്തർവാഹിനികളാണ് ഉള്ളത്. ഈ കഴിഞ്ഞിടക്കാണ് നമ്മൾ റഷ്യയിൽ നിന്ന് INS തമാൽ എന്ന് പറയുന്ന ഒരു കപ്പൽ എത്തിച്ചത്. അത് നമ്മളിപ്പോൾ ഈ 1.06 ലക്ഷം കോടി പ്രധാനമായും ഉപയോഗിക്കുന്നത് അന്തർവാഹിനികൾക്കാണെന്ന് ഓർക്കുക. അതിന് മുൻപാണ് ഈ INS തമാൽ വന്നത്. അത് ഈ ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വലിയൊരു കപ്പലാണ്. റഷ്യയുടെ സഹകരണത്തോടെയാണ് നിർമ്മിച്ചത്. ഇനിയിപ്പോൾ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്, ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? മസഗോൺ എന്ന് പറയുന്നത് മുംബൈയിലുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ നാട്ടിലുള്ളത് തന്നെയാണ്. നമ്മുടെ കൊച്ചി കപ്പൽശാല എന്ന് പറയുന്നത് പോലെ മുംബൈയിലുള്ള ഒരു കപ്പൽ നിർമ്മാണശാലയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയം അതിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കപ്പൽശാലയാണ്. അപ്പോൾ അവർക്കാണ് നമ്മൾ ഈ പുതിയ അന്തർവാഹിനികൾ നിർമ്മിക്കാനായിട്ടുള്ള ചുമതല കൊടുത്തിരിക്കുന്നത്. ഇവർ ഈ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിനെ നമുക്ക് ചുരുക്കി MDL എന്ന് വിളിക്കാം. അപ്പോൾ ഈ MDL എന്ന് പറയുന്ന ഈ കമ്പനി ഒരു ജർമ്മനിയിൽ നിന്നുള്ള മറ്റൊരു കമ്പനിയുമായിട്ട് സഹകരിച്ച്, ആ ജർമ്മൻ കമ്പനിയുടെ പേര് ടൈസൻസ്കപ്പ് മറൈൻ സിസ്റ്റം, TKMS, അവരെ അങ്ങനെയും വിളിക്കാം. MDLഉം TKMSഉം കൂടി സംയുക്തമായിട്ടാണ് ഈ പുതിയ അന്തർവാഹിനികൾ നിർമ്മിക്കാനായിട്ട് പോകുന്നത്. ഈ പുതിയ അന്തർവാഹിനികളെന്ന് പറയുന്നത് പുതിയതായിട്ട് 6 അന്തർവാഹിനികളാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി മാത്രം 70,000 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ പുതിയ അന്തർവാഹിനികൾക്ക് ഏറ്റവും പ്രധാന സംഗതി അതിൻ്റെ എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം എന്ന് പറയുന്ന പുതിയൊരു സംവിധാനം അതിലൊരുക്കിയിട്ടുണ്ട്. അതിനെ നമുക്ക് AIP എന്ന് ചുരുക്കി വായിക്കാം. ഈ AIP ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ഈ സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉണ്ട് ഇതിന്. അതായത് ഇത് മറ്റ് നിരീക്ഷണ സംവിധാനങ്ങളിലൊന്നും ഈ അന്തർവാഹിനി പതിയില്ല. അതുമാത്രമല്ല, ഇതിൻ്റെ എൻജിൻ പ്രവർത്തിക്കുന്ന ശബ്ദം പോലും ആരും അറിയില്ല. അപ്പോൾ ഒളി ആക്രമണത്തിന് പറ്റുന്ന തരത്തിലാണ് ഈ പുതിയ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നത്. അതുമാത്രമല്ല, ഈ AIP സംവിധാനം ഉപയോഗിച്ച് അതിൻ്റെ വൈദ്യുതി, ഈ അന്തർവാഹിനിയിലേക്ക് വേണ്ട വൈദ്യുതിയും നിർമ്മിക്കുന്നതും ഈ AIP എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചാണ്. അതായത് ഹൈഡ്രജനും ഓക്സിജനും രാസപ്രവർത്തനത്തിന് വിധേയമാക്കി അതിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിക്കാനാണ് ഉള്ള പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പറയുന്ന പുതിയ അന്തർവാഹിനിക്ക് ഏതാണ്ട് 72 മീറ്റർ നീളവും 2000 ടൺ ഭാരവുമാണ് കണക്കാക്കുന്നത്. അതിൽ 8 വെപ്പൺ ട്യൂബുകൾ, അതായത് പലതരത്തിലുള്ള മിസൈലുകൾ അടക്കമുള്ളവ സജ്ജീകരിക്കാനുള്ള 8 വെപ്പൺ ട്യൂബുകൾ ഈ പറയുന്ന അന്തർവാഹിനികൾ ഉണ്ടാകും. 27 അംഗങ്ങൾക്ക് ഈ പറയുന്ന അന്തർവാഹിനിയിൽ ജോലി ചെയ്യാനും പറ്റും. ഏറ്റവും ശ്രദ്ധേയമായ സംഗതി, ഈ പുതിയ AIP സംവിധാനം, അതായത് എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം, ഈ പുതിയ അന്തർവാഹിനികൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ 2 ആഴ്ചക്കാലം തുടർച്ചയായി ഇതിന് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ സാധിക്കും. അതിനുള്ളിൽ പുറത്ത് വരേണ്ട കാര്യമില്ല. അതായത് പുറത്തെ അന്തരീക്ഷ വായു എടുക്കുക, ഇത് വേസ്റ്റ് കളയുക, അതേപോലുള്ള പരിപാടികൾക്കൊന്നും നിൽക്കാണ്ട് 2 ആഴ്ച തുടർച്ചയായിട്ട് വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് ഇവരുടെ സൈനിക ഓപ്പറേഷൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും ശ്രദ്ധേയമായ സംഗതി, ഈ കരാർ അനുസരിച്ച് ആദ്യ അന്തർവാഹിനി നിർമ്മിക്കുന്നതിൽ 45% വസ്തുക്കൾ നമ്മുടെ തദ്ദേശീയമായിട്ടുള്ളതായിരിക്കും.
6ാമത്തെ അന്തർവാഹിനി നിർമ്മിക്കുമ്പോൾ ആ 45% എന്നുള്ളത് 60% വർദ്ധിപ്പിക്കും. അതായത് പകുതിയിലധികം നമ്മുടെ സ്വന്തം നാട്ടിലെ സാധനങ്ങൾ വെച്ച് തന്നെ ആ അന്തർവാഹിനികൾ നിർമ്മിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ കരാർ നിലവിൽ വന്ന് ഏതാണ്ട് 7 വർഷത്തിനുള്ളിൽ ആദ്യത്തെ അന്തർവാഹിനി സൈന്യത്തിന് കൈമാറും. തുടർന്നുള്ള ഓരോ വർഷവും ഓരോന്ന് വീതം, അങ്ങനെ 6 വർഷം തുടർച്ചയായിട്ട് 6 അന്തർവാഹിനികൾ നമുക്ക് കിട്ടും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനിയും കഴിഞ്ഞില്ല, ഒരു 36,000 കോടി രൂപയുടെ മറ്റൊരു കരാർ കൂടിയുണ്ട്. അതിൽ പുതുതലമുറയിൽപ്പെട്ട 3 സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികൾ നിർമ്മിക്കാനായിട്ടാണ് പദ്ധതി. അപ്പോൾ അതും ഈ പറയുന്ന പോലെ ഈ കമ്പനിയുമായിട്ട് തന്നെ സഹകരിച്ചാണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഈ TKMS, അതായത് ഈ ജർമ്മൻ കമ്പനി നമുക്ക് അവരുടെ സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യുകയും ചെയ്യും. അപ്പോൾ തുടർച്ചയായി ഇതിന് വരുന്ന അറ്റകുറ്റപ്പണികളടക്കം അല്ലെങ്കിൽ പുതിയ ഒരു അന്തർവാഹിനി നിർമ്മിക്കുന്നതിനടക്കം നമ്മുടെ സ്വന്തം കമ്പനിയായ MDLന് മുൻപോട്ട് പോകാനും സാധിക്കും എന്നുള്ളതാണ് ഈ പറയുന്ന കരാറിൻ്റെ പ്രത്യേകത. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ല, നിലവിൽ ഈ കാൽവരി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട അന്തർവാഹിനികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം തന്നെ പരിഷ്കരിച്ച് ഇറക്കാനും നമ്മുടെ പദ്ധതിയിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 3 പുതുതലമുറ അന്തർവാഹിനികൾ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നത്. അതിൽ 60% സംഗതികളും തദ്ദേശീയമായ വസ്തുക്കൾ വെച്ച് നിർമ്മിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ ചെയ്തേക്കുന്നത്. അതും ഈ പറയുന്നത് പോലെ 6 വർഷത്തിന് ശേഷമായിരിക്കും ആദ്യത്തെ അന്തർവാഹിനി നമുക്ക് കിട്ടുക. തുടർന്നുള്ള ഓരോ വർഷവും ഓരോന്ന് വീതം, അങ്ങനെ 3 വർഷം കൊണ്ട് 3 പുതിയ തലമുറ അന്തർവാഹിനികൾ കൂടി നമുക്ക് കിട്ടും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാൽവരി ക്ലാസ് സബ്മറൈൻ, അത് നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന് പരിഷ്കരിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് മാത്രം 1990 കോടി രൂപയുടെ കരാർ DRDOയ്ക്കാണ് കൊടുത്തേക്കുന്നത്. അവർ ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം AIP, അത് ഈ പഴയ സബ്മറൈൻസിനും പഴയ അന്തർവാഹിനികളിലും അതും കൂട്ടിയോജിപ്പിക്കാനായിട്ടാണ് പദ്ധതി ഇട്ടേക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ സംഗതി, ഈ പുതിയ അന്തർവാഹിനികളൊക്കെ നിർമ്മിക്കുമ്പോൾ ഇത്രയും വലിയ പണച്ചെലവ് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് നമുക്ക് നേട്ടവും ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ AIP എന്ന് പറയുന്ന പുതിയ ആ ഒരു സാങ്കേതിക വിദ്യ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാത്രം 3 ലക്ഷം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് കണക്ക്. അതായത് വിദഗ്ധ തൊഴിലാളികൾ, വിദഗ്ധ തൊഴിലാളികൾ അല്ലാത്തവർക്കും ആയിട്ടുള്ളവർക്കും കൂടി ചേർത്ത് 3 ലക്ഷം തൊഴിൽ ദിനങ്ങൾ ഉണ്ടാക്കപ്പെടും. അതുമാത്രമല്ല, ഇതിനോടകം തന്നെ നമ്മുടെ ഈ മസഗോൺ ഡോക്ക് ഷിപ്പിംഗ് കമ്പനി 50ഓളം കമ്പനികളുമായിട്ട് ഇത് സംബന്ധിച്ചുള്ള ധാരണകളുമായിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഏതാണ്ട് 1.06 ലക്ഷം കോടിയുടെ കരാറാണ്. വലിയൊരു ബൃഹത്തായ കരാറാണ്. ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഈ സമുദ്ര മേഖലയിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ അജയ്യ ശക്തിയായിട്ട് മാറും. പ്രത്യേകിച്ച് ഏഷ്യയിൽ ചൈനയോട് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളോടൊക്കെ കിടപിടിക്കുന്ന തരത്തിൽ നമുക്ക് നമ്മുടെ നാവിക വ്യൂഹത്തെ സജ്ജമാക്കാൻ സാധിക്കും.